ഹലോ. ഇന്ന് നമ്മൾ ഒരു ലീഗൽ മാക്സിമാണ് നോക്കാൻ പോകുന്നത്. ദ ലീഗൽ മാക്സിം ഈസ് നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ്. ദ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് ഈസ് എ ലാറ്റിൻ ലീഗൽ മാക്സിം ദാറ്റ് മീൻസ് എ ന്യൂ ഇൻ്റർവീനിങ് ആക്ട്. It refers to an independent event that occurs after the defendant's act and breaks the chain of causation, making the defendant no longer legally responsible for the final harm. ഈ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ലാറ്റിൻ മാക്സിം ആണ്. ഇറ്റ് മീൻസ് എ ന്യൂ ഇൻ്റർവീനിങ് ആക്ട്. ഇതെന്താണ്? ഒരു ന്യൂ ഇൻ്റർവീനിങ് ആക്ട് ആണ്. ഒരു പുതുതായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതിൻ്റെ ഇടയിൽ പുതിയതായിട്ട് ഉണ്ടാവുന്ന ഒരു ഇവൻറ്റ്, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രക്രിയ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം നമുക്ക്. അങ്ങനെ ഒരു ന്യൂ ഇൻ്റർവീനിങ് ആക്റ്റിനെയാണ് ഈ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന ഈ ഒരു മാക്സിം വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ദ ഡിഫൻഡൻസ് ആക്ട്. ഡിഫൻഡൻറ്റിൻ്റെ ആക്ടിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റാണിത്. ആൻഡ് ഇറ്റ് ബ്രേക്സ് ദ ചെയിൻ ഓഫ് കോസേഷൻ. ഇതെന്താണ്? ചെയിൻ ഓഫ് കോസേഷനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന ഈ മാക്സിം യൂസ് ചെയ്യണത്. ഈ മാക്സിമം മെയിനായിട്ട് യൂസ് ചെയ്യണത് ഡിഫൻഡൻറ്റിൻ്റെ ഭാഗത്ത് ലയബിലിറ്റി ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനാണ് ഈ ഒരു മാക്സിം നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന ഈ ലീഗൽ ലാറ്റിൻ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു ബസ്സിൽ ഒരു ഡ്രൈവർ ഓവർലോഡായിട്ട് ബസ്സിൽ യാത്രക്കാരെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ബസ്സിൽ ഓവർലോഡായി ഭയങ്കര തിക്കും തിരക്കുമായിട്ട് ഈ ബസ്സിൽ പോണ ടൈമിൽ ഈ ബസ്സിൽ ഒരു യാത്രക്കാരൻ്റെ പോക്കറ്റ് അടിച്ച് പോവുകയാണ്. അങ്ങനെ ഈ പോക്കറ്റ് അടിച്ച് അയാളെ ക്യാഷ് പോകുമ്പോൾ ഈ ബസ്സിൽ ആ ക്യാഷ് നഷ്ടമായ ആൾ ബസ്സിലെ ഡ്രൈവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്. ഇയാൾ ഓവർലോഡായിട്ടാണ് ബസ് ഓടിച്ചിരുന്നത്, അതുകൊണ്ടാണ് എൻ്റെ പോക്കറ്റ് അടിച്ച് എൻ്റെ ക്യാഷ് നഷ്ടമായത് എന്ന് അയാൾ പറഞ്ഞ്, അതുകൊണ്ട് ഡ്രൈവർ എനിക്ക് ക്യാഷ് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാക്സിം നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന ഈ ഒരു മാക്സിം വെച്ചിട്ട് നമുക്ക് പറയാം ഇവിടെ ഡ്രൈവർ ലയബിൾ അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ എന്താണ്? ഒരു ഇൻ്റർവീനിങ് ആക്ട് ഉണ്ടായിട്ടുണ്ട്. പോക്കറ്റടിക്കാരൻ വന്ന് അവിടെ പോക്കറ്റ് അടിച്ചത് ഒരു ഇൻ്റർവീനിങ് ആക്ട്, ഒരു ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഡ്രൈവർ ലയബിൾ അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു മാക്സിമായിട്ടുള്ള നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന ഈ മാക്സിമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡിഫൻഡൻറ്റിലെ ലയബിലിറ്റി ഇല്ലാതാക്കുകയാണ് ഈ ഒരു മാക്സിം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മാക്സിമിൻ്റെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ മസ്റ്റ് ബി ആൻ ഒറിജിനൽ റോങ്ഫുൾ ആക്ട് ബൈ ദ ഡിഫൻഡൻറ്റ്. ഈ ഡിഫൻഡൻറ്റിന് എന്താണ്? ഒരു ഒറിജിനൽ റോങ്ഫുൾ ആക്ട് ഡിഫൻഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇപ്പോൾ ഈ ബസ്സിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഓവർലോഡായിട്ട് ബസ്സിൽ ആൾക്കാരെ കയറ്റിയത് എന്താണ്? ഈ ഡിഫൻഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റോങ്ഫുൾ ആക്റ്റാണ്. ഈ ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് ഓർ ആക്ട് മസ്റ്റ് ഒക്കേർഡ് ആഫ്റ്റർ വേർഡ്. അതിനുശേഷം ഒരു ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് ഉണ്ടാവണം. ആ ബസ്സിൽ ഓവർലോഡ് ആയതിന് ശേഷം ഒരു ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റാണ് ആ പോക്കറ്റ് അടി എന്നുള്ളത്. അപ്പോൾ അതും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. The intervening act must be sufficient to break the chain of causation. The intervening act must be sufficient to break the chain of causation. എന്താണ്? ആ ഇൻ്റർവീനിങ് ആക്ട് കാരണം ആ ബ്രേക്ക് ചെയ്യണം, ചെയിൻ ഓഫ് കോസേഷനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ദ ഇൻ്റർവീനിങ് ആക്ട് ഷുഡ് ജനറലി ബി അൺഫോർസിയബിൾ. ഈ ഇൻ്റർവീനിങ് ആക്ട് എന്താണ്? അൺഫോർസിയബിൾ ആണ്. എന്താണ്? മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റാത്തതാവണം. ഇവിടെ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൽ ഒരു പോക്കറ്റടിക്കാരൻ വരും, അങ്ങനെ അയാളുടെ ക്യാഷ് നഷ്ടമാവുന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന ഈ ഒരു മാക്സിമിൽ ഉണ്ടാവും. ഇനി നമുക്ക് ഈ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസിലെ ഈ ഇൻ്റർവീനിങ് എന്ന ടേമിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. ഇതിന് 2 ടെസ്റ്റ് ഉണ്ട്. ഇൻ്റർവീനിങ് ആണോ അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടെസ്റ്റാണുള്ളത്. ദ ടെസ്റ്റ് ഓഫ് ഫോർസിയബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് ഡയറക്റ്റ് ഡാമേജ്. ദ ടെസ്റ്റ് ഓഫ് ഫോർസിയബിലിറ്റി വിച്ച് റെഫേഴ്സ് ടു വെദർ സച്ച് എ ഹാപ്പനിങ് കുഡ് ഹാവ് ബീൻ ആൻറ്റിസിപ്പേറ്റഡ് ബൈ ദ ഡിഫൻഡൻറ്റ് സോ ടു നോ ദ ഡിഗ്രി ഓഫ് എക്സ്റ്റെൻഡഡ് ഹാം ഇറ്റ് മേ ലീഡ് ടു. ഇതെന്താണ്? ഫോർസിയബിലിറ്റി, മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഫോർസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ടാണ് ഇതിലെ ഇൻ്റർവീനിങ് ആണോ അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ ഒരു കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ബൈക്കാരനെ ഇടിച്ച് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ടൈമിൽ അയാൾക്ക് വല്ലാണ്ട് പരിക്കില്ല. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ വല്ല ഭൂകമ്പമോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ട് അയാൾ മരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഡിഫൻഡൻറ്റ് ലയബിൾ അല്ല. കാരണം ഇവിടെ ഒരു ഫോർസി ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട് അവിടെ നടന്നിട്ടുണ്ട്.
പക്ഷെ നേരെ മറിച്ച് ഇയാൾ ആ ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ആക്സിഡൻറ്റിന് ശേഷം ഇയാളെ കറക്റ്റ് ടൈമിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ വേറെ എന്തെങ്കിലും കാരണം വെച്ചിട്ട് അയാൾ ട്രാഫിക് ഉണ്ടാവും, അതൊക്കെ അയാൾക്ക് അറിയാം. വേറെ എന്തെങ്കിലും വണ്ടി കാത്തുക്കാൻ സമയത്ത് ട്രാഫിക് ഉണ്ടാവും, അയാൾക്ക് കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റില്ല എന്നൊക്കെ അറിഞ്ഞിട്ട് അയാൾ ആ കക്ഷീനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ അയാൾ മരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, അവിടെ ഫോർസിയബിലിറ്റി ഉണ്ട്, അയാൾക്ക് അപകടം സംഭവിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. എന്നിട്ടും അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. അപ്പോൾ ഇവിടെ ഡിഫൻഡൻറ്റ് ലയബിൾ ആവും. അതുപോലെ തന്നെ ഇപ്പോൾ അതിൽ സീരിയസ് ഇഞ്ചുറി ആയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതിന് ശേഷം അയാൾക്ക് കൂടുതൽ ക്രിറ്റിക്കലായിട്ട് അയാൾ മരിക്കുകയാണെങ്കിലും ഇവിടെ ഡിഫൻഡൻറ്റ് ലയബിളായിട്ട് വരും. അപ്പോൾ ഈ ഒരു മാക്സിമം ടെസ്റ്റ് ഓഫ് ഫോർസിയബിലിറ്റി വെച്ചിട്ട് അവർക്ക് ഈ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്നുള്ള ഈ ഒരു മാക്സിമം വെച്ചിട്ട് അവർക്ക് ലയബിലിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. Then test of direct damage. That comes into play when one has to check if the act was a direct result of the act that caused the injury on the first instance. If the answer for both these tests is affirmative, then the defense fails. പിന്നെ ടെസ്റ്റ് ഓഫ് ഡയറക്റ്റ് ഡാമേജ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ആ ഓൺ ദ സ്പോട്ടിൽ അയാൾ നല്ല ഇഞ്ചുറി പറ്റി, ഇതെന്താണ് ഡയറക്റ്റ് ഡാമേജ് ആണ്. അയാളുടെ ആ ഒരു ടൈമിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെയാണ് അയാൾ മരിക്കണമെങ്കിൽ ഇവിടെ ഈ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്നുള്ള ഈ ഒരു മാക്സിമം വെച്ചിട്ട് അവർക്ക് ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല, അവിടെ ഡിഫൻഡൻറ്റ് ലയബിളായിട്ട് വരും. ഈ ഒരു ടെസ്റ്റ് ഓഫ് ഫോർസിയബിലിറ്റിയും ടെസ്റ്റ് ഓഫ് ഡാമേജും ഡയറക്റ്റ് ഡാമേജും ഉണ്ടെങ്കിൽ ഈ ഡിഫൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദെൻ ഇതിൻ്റെ ടൈപ്സ് ആണ് ഇനി പറയുന്നത്. ഇതിൽ 3 ടൈപ്സാണ് ഈ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്യൂ ടു തേർഡ് പാർട്ടി. ഇഫ് ആൻ അൺറീസണബിൾ ആക്ട് ഈസ് അണ്ടർടേക്കൺ ബൈ എ തേർഡ് പാർട്ടി ഇൻ റെസ്പോൺസ് ടു എ നെഗ്ലിജൻറ്റ് ഹാം ദാറ്റ് വിൽ ബ്രേക്ക് ദ ചെയിൻ ഓഫ് കോസേഷൻ. ഇവിടെ എന്താണ്, ഒരു അൺറീസണബിൾ ആക്ട് ഉണ്ടായിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടി മൂലം ആ ഒരു ആക്ട് നടക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി മൂലമാണ് അവിടെ ഒരു ഹാം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവിടെ ഈ ഒരു നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്നുള്ള ഈ ഒരു മാക്സിം വെച്ചിട്ട് ഡിഫൻഡൻറ്റിന് ലയബിലിറ്റി ഇല്ലയെന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് ഇതിലൊരു എക്സാമ്പിളായിട്ട് ഒരു കേസിലോ നോക്കാം. ഹെയ്ൻസ് വേഴ്സസ് ഹാർവുഡ്. ഈ ഒരു കേസിൽ ഈ ഹാർവുഡ് എന്ന് പറയുന്ന ഒരാൾ ഒരു കുതിരവണ്ടിയുടെ മുതലാളിയാണ്. അങ്ങനെ ഇയാൾ ഈ കുതിരവണ്ടി റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ പോകുന്ന ടൈമിൽ അയാൾ ഈ കുതിരവണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ച് പോയതാണ്. അങ്ങനെ ആ ടൈമിൽ അവിടെയുള്ള കുട്ടികൾ ഈ കുതിരകളെ ഓരോന്ന് ചെയ്തിട്ട് അവർ പ്രൊവോക്ക് ആവുകയാണ്. അങ്ങനെ ഈ കുതിരകൾ അവിടെ നിന്ന് ഓടുകയാണ് ഈ കുതിര. അപ്പോൾ ഇവിടെ ഉള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കുതിര ഓടിപ്പോണ ടൈമിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവർക്ക് ഹാം പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഈ പബ്ലിക്കിൻ്റെ ഒരു ആളാണല്ലോ പോലീസ്. അങ്ങനെ ഈ പോലീസ് ഈ കുതിരേനെ അവിടെ തളച്ചിടാൻ നോക്കുകയാണ്. ആ കുതിരേനെ അവിടുന്ന് വേറെ ഉള്ളവർക്ക് അപകടമൊന്നും ഉണ്ടാക്കാതെ ഒരു ഭാഗത്തേക്ക് മാറ്റുന്ന ടൈമിൽ ഈ ഹെയ്ൻസ് എന്ന് പറയുന്ന പോലീസുകാരന് ഇഞ്ചുറി പറ്റുന്നുണ്ട്. അങ്ങനെ ഈ ഹെയ്ൻസാണ് ഈ കുതിരവണ്ടിക്കാരനെതിരെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു തേർഡ് പാർട്ടി, ആ കുട്ടികൾ ആ കുതിരേനെ ഓരോന്ന് ചെയ്തിട്ടല്ലേ ആ കുതിര ഓടിപ്പോയത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു മാക്സിം ആയിട്ടുള്ള നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന് പറയുന്ന ഈ ഒരു മാക്സിം നമുക്കിവിടെ യൂസ് ചെയ്യാം. ഡ്യൂ ടു ആക്ട് ഓഫ് നേച്ചർ. Acts of nature, better known as act of God, can be anything that is neither under any human control nor foreseeable, such as storm, earthquake. The acts of nature are an important constant of novus actus intervenis due to the fact that they can be predicted or anticipated, which is why the defendant cannot be made liable for any damages arising out of it. ഇതെന്താണ്, ആക്ട് ഓഫ് നേച്ചർ അല്ലെങ്കിൽ ആക്ട് ഓഫ് ഗോഡ് പ്രകാരം ഉണ്ടാവുന്ന ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു ഇൻ്റർവീനിങ് ആക്റ്റ് ആണെങ്കിൽ ഈ ഒരു മാക്സിം വെച്ചിട്ട് നമുക്ക് ഡിഫൻഡൻറ്റ് ലയബിൾ അല്ല എന്ന് പറയാം. ഈ ഒരു ആക്റ്റ് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, ഒരാളെ ബൈക്ക് ഇടിച്ച് ഇഞ്ചുറി ആയി, ആ ഒരു പോണ ടൈമിൽ പെട്ടെന്നൊരു ഫ്ലഡോ അല്ലെങ്കിൽ വിലയിർത്തുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ ആൾ മരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ ഇതെന്താണ്, ഡ്യൂ ടു ദ ആക്ട് ഓഫ് നേച്ചറാണ് അയാൾ മരിക്കണത്, ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഡിഫൻസ് ക്ലെയിം ചെയ്യാം നമുക്ക്. ഇവിടെ ഉള്ള ഒരു കേസിലും ആണ് കാസ്ലോജി സ്റ്റീംഷിപ്പ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് റോയൽ നോർവീജിയൻ ഗവൺമെൻറ്. ഇവിടെ
2 കപ്പലുകളാണ്. ഈ 2 കപ്പലുകൾ ഈ കടലിൽ ഇങ്ങനെ പോണ ടൈമിൽ ഒരു കപ്പൽ മറ്റേ കപ്പലിനെ ഇടിച്ചു. അങ്ങനെ ഇടിച്ചിട്ട് ചെറിയ നാശം സംഭവിച്ചു മറ്റേ കപ്പലിന്. അപ്പോൾ ഈ ഒരു ഇടിച്ചതിൻ്റെ ആഘാതം മൂലം അവിടെ ഒരു പരിക്ക് പറ്റുകയും ചെയ്തു. അതേ സമയം തന്നെ അവിടെ ഒരു ഭയങ്കര സ്റ്റോം ഉണ്ടായി. ആ സ്റ്റോം കാരണം ഒരു കൊടുങ്കാറ്റ്, ആ ഒരു കൊടുങ്കാറ്റ് കാരണം കൂടുതൽ നാശനഷ്ടങ്ങൾ ആ കപ്പലിന് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ആക്ട് ഓഫ് നേച്ചർ വെച്ചിട്ട് ഈ ലയബിലിറ്റിയിൽ നിന്ന് ഡിഫൻഡിന് ഒഴിവാവാൻ പറ്റും. Then the due to act of plaintiff. When the plaintiff's own act unexpectedly worsens the harm caused by the defendant, the chain of causation may be broken. In such cases, the defendant's liability may be reduced or excluded because the plaintiff's unforeseeable conduct becomes the effective cause of the damage. ഇതെന്താണ്, ഡ്യൂ ടു ദ ആക്ട് ഓഫ് പ്ലെയിൻറ്റിഫ്, പ്ലെയിൻറ്റിഫിൻ്റെ തന്നെ കാരണം മൂലം ഒരു ഡാമേജ് അവിടെ സംഭവിക്കുകയാണ്. ഡിഫൻഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഡാമേജ് ഉണ്ടായിട്ട് ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പ്ലെയിൻറ്റിഫും അതിനൊരു കാരണമാണെങ്കിൽ ഡ്യൂ ടു ദ ആക്ട് ഓഫ് പ്ലെയിൻറ്റിഫ് എന്ന ഈ ഒരു ഇത് വെച്ചിട്ട് നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതിലൊരു കേസാണ് മെക്യൂ വേഴ്സസ് ഹോളണ്ട് ആൻഡ് ഹാനൻ ആൻഡ് ക്യൂബിറ്റ്സ്. ഇതിൽ ഒരു ജോലിക്കാരനാണ്. ഇയാൾക്ക് ജോലിക്ക് പോണ ടൈമിൽ തന്നെ അയാളുടെ കാലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സാഹചര്യങ്ങളിൽ തന്നെ ഇയാൾ ജോലി ചെയ്യുമ്പോൾ മറ്റൊരു തൊഴിലാളിയുടെ നെഗ്ലിജൻറ്റ് മൂലം അയാളുടെ കാലിന് പരിക്ക് പറ്റിയിട്ട് അയാൾ കൂടുതൽ അപകടത്തിലാവുകയാണ്. അങ്ങനെ അയാൾ ഫുൾ ബെഡ് റിഡനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാക്സിമം ആയിട്ടുള്ള ഡ്യൂ ടു ദ ആക്ട് ഓഫ് പ്ലെയിൻറ്റിഫ്, ഇവിടെ എന്താണ്, ഓൾറെഡി ഈ പ്ലെയിൻറ്റിഫിന് കാലിന് വയ്യ, എന്നിട്ടുമാണ് അയാൾ ആ സ്റ്റെപ്പ് കയറി അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ മറ്റേ ആളുടെ നെഗ്ലിജൻസ് ഉണ്ടെങ്കിലും ഇയാളുടെ ഓൺ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ പ്ലെയിൻറ്റിഫിൻ്റെ ആക്ട് കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം അവിടെ നടന്നത്. അപ്പോൾ ഈ ഒരു ഡ്യൂ ടു ദ ആക്ട് ഓഫ് പ്ലെയിൻറ്റിഫ് എന്ന ഈ ഒരു ഇത് വെച്ചിട്ട് ഡിഫൻഡൻറ്റിന് അയാൾ ലയബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന് പറഞ്ഞാൽ. ഈ നോവസ് ആക്ടസ് ഇൻ്റർവീനിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ആക്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പുതിയതായിട്ടൊരു ആക്ട് നടന്നു. ആ ഒരു ആക്ട് പ്രകാരം ഈ ഡിഫൻഡൻറ്റ് ലയബിൾ അല്ല എന്നാണ് ഈ ഒരു മാക്സിം വെച്ചിട്ട് നമ്മൾ പറയുന്നത്.